ഹലോ ഹായ് കൂട്ടുകാരെ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, മമ്പലത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്ന വീഡിയോ. അപ്പോൾ ആ വീഡിയോ കണ്ടവർക്കറിയാം, അതിൻ്റെ ബാക്കി വീഡിയോ തന്നെയാണ്. അപ്പോൾ അത് ഇട്ടിട്ട് പിന്നെ ഇത് ഇടാൻ കുറച്ച് വൈകിയതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ വേറെ കുറേ വീഡിയോ ഇടാണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ മമ്പലത്തുനിന്ന് ഞങ്ങളിങ്ങനെ മടങ്ങിക്കാണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ലുലുമാൾ പോയത്. അപ്പോൾ ലുലുമാൾ പോയ വീഡിയോ ഒക്കെ ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പതുക്കെ ഇടാമെന്ന് കരുതിയത് തന്നെയാണ്. അപ്പോൾ പതുക്കെ ആയിപ്പോയി കേട്ടോ. ഫസ്റ്റ് നിങ്ങൾ കണ്ടില്ലേ, അത് ഞങ്ങളൊരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ അവിടെ കയറി ഇരുന്ന് നോക്കുമ്പോൾ അവിടെ വെറുംചോറും ഇല്ല, അതേപോലെ തന്നെ ബീഫ് ബിരിയാണി ഇല്ല. അപ്പോൾ അത് ഇപ്പാക്ക് പറ്റൂല, ചിക്കൻ ബിരിയാണി ഇപ്പാക്കും പറ്റൂല, മന്തി ഇതൊന്നും ഉമ്മാക്കും പറ്റൂല. അപ്പം നമ്മൾക്ക് വെറുംചോറ് അങ്ങനത്തതാക്കാം, ഇപ്പാക്ക് ബീഫ് ബിരിയാണി ആക്കാൽ ചെന്ന് ഇരുന്ന് നോക്കുമ്പോൾ അവിടെ അതില്ല. അപ്പോൾ അവിടുന്ന് മൂഞ്ചി അവിടുന്ന് നേരെ ഇറങ്ങിപ്പോന്ന് പിന്നെ വേറൊരു ഹോട്ടലിൽ പോയിട്ടോ. അത് ബീച്ചിൻ്റെ വക്കത്തിനുള്ളൊരു ഹോട്ടലിലേനോ. അവിടെ ഇപ്പാക്ക് ബീഫ് ബിരിയാണിയൊക്കെ കിട്ടി, പിന്നെ കുട്ടികൾക്ക് ഞങ്ങൾക്കൊക്കെ മന്തിയും കിട്ടിയിട്ടോ. അതൊരു പഴമുള്ള ഹോട്ടലാട്ടോ, പഴയകാല ആ ഒരു മുള കൊണ്ട് കിട്ടിയ അങ്ങനത്തെ ഒരു ഹോട്ടലാണ്. അവിടെ മുകളിൽ കയറി ഇരുന്നാൽ നേരെ ബീച്ച് കാട്ടൊക്കെയാണ്. പിന്നെ ബീച്ചിലെത്തിയിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഞാൻ പറയുന്നേക്കാളും നല്ലത് നിങ്ങൾ കാണുന്നതായിരിക്കും. അവിടെ മാന്തണതാണ് ഇപ്പോൾ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവിടെ വലിയ ചെറിയൊരൊന്നുമില്ല. ബീച്ചൊക്കെ എത്തിയപ്പോൾ എല്ലാവരും ഒരു പോണായിക്കാട്ടോ. ഇത് നിങ്ങൾ ശരിക്കും കണ്ടു നോക്കി, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കിയിട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആൾക്കാരുണ്ടല്ലോ. അതാ അടുത്തത് മൂടാ പോണേ. ഇല്ല, ആ അടുത്തും വന്നുള്ളൂ. ഇരുന്നോ, ഇതാ അടുത്ത മൂടാ പോണേ. ആ മൂടണേ മൂടണേ. അങ്ങോട്ടും ഇങ്ങോട്ടും ചെരുപ്പുണ്ടാക്കി ചെരുപ്പ് കുട്ടികളെ വേറെ ഉണ്ടാവില്ല. അറിയില്ല, എല്ലാവർക്കും മനസ്സിലാവും. ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചു വന്നതാണ്. അത് ദൈവാനെ പിടിച്ചോളേ. നഷ്ടപരിഹാരം 1.5 കോടി. അങ്ങനെ പിന്നെ അടുത്ത കളി എന്തൊക്കെ കഴിഞ്ഞാണ്ട് ഞങ്ങൾ നേരെ പോയത് ചാലിയം ബീച്ച് കേട്ടോ. ചാലിയത്തേക്ക് പോയി. അവിടെ ചെന്ന് നോക്കുമ്പോൾ മീൻ പിടുത്തൊന്നുമില്ല, അന്നത്തെ ട്രോളിങ്ങോ എന്തേനു. അപ്പോൾ ബോട്ടുകൾ ഫുള്ള് അവിടെ കെട്ടിയിട്ടൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ അങ്ങനെ അവിടെ പോയി കാണാൻ ഇങ്ങനെ മടങ്ങുന്ന സമയത്ത് ഞാൻ വെറുതെ അങ്ങനെ ചോദിച്ചാൽ ഈ ബോട്ടിൽ കയറാൻ പറ്റുമോ ചോദിച്ചു. ആ കയറാൻ കുഴപ്പമില്ല, ഞങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാറോ.
അങ്ങനെ ആദ്യമായിട്ട് മീൻ പിടിക്കണം ബോട്ടിലൊന്ന് കയറിയിട്ടോ. ബോട്ടിൽ കയറി എന്നല്ല അതിൻ്റെ ആ തലക്ക വരെ കെട്ടിയിട്ട് വരിക്ക് കെട്ടിയിട്ടേക്കാണ്. അതിൻ്റെ തലക്ക വരെ കെട്ടിയിട്ട് ബോട്ടിലേക്ക് പോയി. പിന്നെ ആ തലക്കത്തിയിൽ ഒന്നിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ട്, ഞാൻ ഇറങ്ങിയിട്ടില്ല, ആങ്ങളെയും ഏട്ടത്തിൻ്റെ കുട്ടിയും വലിയ ആങ്ങളുടെ മോനൊക്കെ ഇറങ്ങിയിട്ടോ. അപ്പോൾ മീൻ പിടിച്ചുകാണ്ട് സ്റ്റോർ ചെയ്ത് വെക്കണ സ്ഥലമാണ് പറഞ്ഞാണ്ട് അതൊക്കെ കാട്ടി തന്നു. പിന്നെ ഓല് മീൻ പിടിക്കാൻ പോകുന്ന സമയത്ത് ഫുഡൊക്കെ ഉണ്ടാക്കണേയും ഓല് വിശ്രമിക്കണൊക്കെ സ്ഥലമുണ്ട്, അതൊക്കെ കാണിച്ചു തന്നു. നല്ലൊരു സൗഹൃദമുള്ളൊരു ആൾക്കാർ കേട്ടോ. അതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അതൊക്കെ വീഡിയോ എടുക്കാനും പറ്റി. ഞങ്ങൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം കാണുന്നത് കേട്ടോ. ഇത് അങ്ങനെ പിടിച്ചെങ്ങനെ ഇവിടെ പൂട്ടിക്കണമല്ലോ, അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റൂലേ എന്നൊക്കെ പറയുന്നു കേട്ടോ. അപ്പോൾ തലക്ക് എത്തിയപ്പോൾ കാക്കറിഞ്ഞു ഏതോ ഒന്ന് തുറന്നു കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കയറി കണ്ടോളി ഇറങ്ങാണ്ട് അങ്ങനെ അവിടെയൊക്കെ കയറി കണ്ട് നല്ല രസകരമായ കാഴ്ചകൾ കേട്ടോ. അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. അവിടെ അങ്ങനെ ചെന്നിരുന്നപ്പോൾ നല്ല നമ്മൾ കടലിൻ്റെ നടുവിലെത്തി നിൽക്കണ പോലെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ ബാക്കി കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ. മീൻ പിടിച്ചെന്ന ബോട്ടിൽ കയറാനൊരു അവസരം കിട്ടി മക്കളെ. അതാ അയക്കാൻ ഇട്ടു, അതാ തന്തയക്കാൻ ഇട്ടു. അത് പോയാ ഫോട്ടോ അല്ലാതെ ലാക്സൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എന്നും മീൻ കിട്ടും. അപ്പൊ ഇങ്ങോട്ട് കടലിൽ അങ്ങനെയല്ല കൊറേ വീഡിയോ എടുക്കട്ടാ. മീനുണ്ടോ? ഓരോ മീനുണ്ടോ? ഓരോ കല്ലിലും ഓരോ മീനുണ്ടോ? ഇത് അത് ഐസിന്റെ ഐസ് അവിടെ ഒരു 5 ദിവസം. അത്രയും സെക്കൻഡ് ഐസ് കിട്ടുള്ളൂ ദിവസം? ഐസ് 20 ദിവസം കിട്ടുവോ? ആ ബസ് മണിയുണ്ടായിട്ട് കാണൂല. പിന്നെ അടുത്ത കാഴ്ചകളും വിശേഷങ്ങളും കണ്ട് ഞങ്ങൾ മടങ്ങിയിട്ടോ. ഞങ്ങൾ മടങ്ങിയ സമയത്ത് എൻ്റെ അടുത്തിൻ്റെ മോനേനെ വണ്ടിയില്ല ഡ്രൈവർ. അപ്പോൾ അവൻ പറഞ്ഞു നമുക്ക് ഇതിൽ പോവുക, അപ്പോഴത്തെ ഫറൂഖത്തെ പഴയ പാലം കാണാമെന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ പോയത്. രാത്രിയാണ് ഇതിൽ പോയാൽ നല്ല രസം, ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അതായാലും അതിൽ പോകുന്ന ഒരു വിശേഷങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ. സംഭവം പറഞ്ഞ പോലെ തന്നെ നല്ല രസമുണ്ട്, അടിപൊളിയുണ്ട്. ഇതിലങ്ങനെ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കൂട്ടുകാരെ. അപ്പം ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ, താങ്ക് യു.